അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീരിയഡ്സ് കഴിഞ്ഞ് നമ്മൾ കുളിക്കൂലേ, ആ കുളിക്കുമ്പോൾ ശുദ്ധീകരണ വേളയിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ നിസ്കാരമോ നോമ്പോ ഇബാദത്തുകളോ ഒക്കെ ബാത്തിലായി പോകും. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. പ്രത്യേകിച്ച് നമ്മൾ ചെറിയ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു തെറ്റ് പോലും വരാൻ പാടില്ല. നമ്മളെ ഷാഫി മദ്ഹബ് പ്രകാരം ഏറ്റവും എളുപ്പമായ രീതിയിൽ 7 സ്റ്റെപ്പോട് കൂടി ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പീരിയഡ്സ് കഴിഞ്ഞാൽ ശുദ്ധിയായിട്ട് കുളിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. മക്കളെ മക്കളെ ഇനി 2 ഗോൾഡൻ റോളുകളും കൂടെ നിങ്ങൾക്ക് കേൾക്കാനുണ്ട്. നിങ്ങളത് കേട്ടാൽ നല്ല സന്തോഷിക്കും. അള്ളാഹു ഹൈറാക്കട്ടെ. അവസാനം ഉണ്ട് കേട്ടോ 2 ഗോൾഡൻ റോളുകൾ. അതെന്തായാലും ശ്രദ്ധിച്ച് കേൾക്കണേ മക്കളെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആർത്തവ ശുദ്ധി അഥവാ ഗുസ്ലിനെ കുറിച്ചാണ്. പലർക്കും സോപ്പ് എത്ര വട്ടം തേക്കണോ, വുളു എപ്പോഴാണ് എടുക്കേണ്ടത് എന്നതിലൊക്കെ വലിയ സംശയങ്ങളുണ്ട്. ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ ഇത് പഠിച്ചെടുക്കാൻ വീഡിയോ എന്താക്കുക മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. കാരണം എന്നാലേ ഞാനിനി നിങ്ങൾക്ക് അടുത്തിടുന്ന വീഡിയോസ് നിങ്ങളെ മുന്നിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ. കൂട്ടുകാരെ, നമ്മൾ കുളിമുറിയിൽ കയറുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കുളിമുറിയിൽ വെച്ചോ കുളിക്കുന്നതിന് മുമ്പ് നഖത്തിലെ നെയിൽ പോളിഷോ വാട്ടർ പ്രൂഫ് മേക്കപ്പോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് കളയണം. എങ്കിലേ എന്താവുള്ളൂ, ശരീരത്തിൽ വെള്ളം തൊടുകയുള്ളൂ. ഈ വാട്ടർ പ്രൂഫോ ഈ ക്യൂടെക്സോ ഇട്ടിട്ട് അത് പോവാതെ കുളിച്ച് കഴിഞ്ഞാൽ നമ്മളെ കുളി ശരിയാവൂല, നമ്മളെ നിസ്കാരം ശരിയാവൂല. നമ്മളെങ്ങാനും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മനസ്സിലായില്ലേ? നമ്മളെ മയ്യത്ത് കുളി ഒന്നും ശരിയാവില്ല. അപ്പോൾ കഴിയുന്നതും നമ്മളെ മൈലാഞ്ചിൻ്റെ നിസ്കാരത്തിന് തടസ്സമാകുന്ന ക്യൂടെക്സ് പോലുള്ളവയൊന്നും ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ബിസ്മി ചൊല്ലി കുളി ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം എന്താക്കണം, മനസ്സിൽ നിയ്യത്ത് വെക്കണം. എന്താ നിയ്യത്ത് വെക്കണ്ടേ? ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടിയുള്ള നിർബന്ധ കുളി ഞാൻ നിർവഹിക്കുന്നു എന്നെന്താക്കുക മനസ്സിൽ കരുതിയാൽ മതി. നാവ് കൊണ്ട് പറയേണ്ടതില്ല കേട്ടോ, നാവ് കൊണ്ട് പറയേണ്ടതില്ല. അതിനുശേഷം എന്ത് ചെയ്യുക, 2 കൈകളും മണിബന്ധം വരെ 3 വട്ടം നന്നായിട്ട് കഴുകുക. ഒന്നാമത്തെ മനസ്സിൽ നിയത്ത് വെക്കുക, രണ്ടാമത്തെ 2 കൈകളും മണിബന്ധം വരെ 3 വട്ടം നമ്മൾ കഴുകുക. അടുത്തതായിട്ട് മക്കളെ, ശരീരത്തിൽ എവിടെയെങ്കിലും രക്തക്കറയോ അഴുക്കോ ഉണ്ടെങ്കിൽ ഇടത് കൈ ഉപയോഗിച്ച് അത് കഴുകി വൃത്തിയാക്കുക. രക്തത്തിൻ്റെ എവിടെയെങ്കിലും കറ ഉണ്ടെങ്കിൽ, ഗുഹ്യസ്ഥാനത്തോ എവിടെയെങ്കിലും കറ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം നമ്മൾ നിസ്കാരത്തിന് വേണ്ടി വുളു ചെയ്യൂലേ, ആ വുളു ചെയ്യുന്നത് പോലെ പൂർണ്ണമായിട്ട് 1 വട്ടം വുളു ചെയ്യുക. അതിൽ വായ കൊപ്പിളിക്കുന്നതും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതും 3 വട്ടം ചെയ്യുന്നത് ഷാഫി മദ്ഹബിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? എന്നാൽ കാലുകൾ കഴുകുന്നത് ഇപ്പോൾ ചെയ്യേണ്ട മക്കളെ. അത് നമുക്ക് കുളിയുടെ ഏറ്റവും അവസാനത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. അടുത്ത മക്കളെ, ഇതിൽ പലർക്കും തെറ്റ് പറ്റുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത്. 3 വട്ടം സോപ്പ് തേച്ച് കഴുകണോ? ഒരിക്കലുമില്ല. ഷാഫി മദ്ഹബ് പ്രകാരം ശുദ്ധിയാക്കാൻ വെള്ളമാണ് നിർബന്ധം. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ കുളിക്കുന്നത് പോലെ 1 തവണ നമ്മൾ നന്നായിട്ട് തലയിൽ ഷാമ്പുവും ശരീരത്തിൽ സോപ്പും തേക്കുക. എന്നിട്ട് എന്താക്കുക, നന്നായിട്ട് തലയും മേലൊക്കെ 1 വട്ടം സോപ്പും ഷാമ്പും ഒക്കെ തേച്ചിട്ട് കഴുകുക. എന്നിട്ട് ആ സോപ്പിൻ്റെ കറ പൂർണ്ണമായി പോകുന്നത് വരെ വെള്ളമൊഴിച്ച് ശരീരം നന്നായിട്ട് വൃത്തിയാക്കുക. ഇപ്പോൾ എന്തായി, ശരീരത്തിലെ നമ്മളെ അഴുക്കുകളെല്ലാം പോയി കഴിഞ്ഞല്ലേ. ഇനിയാണ് മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട ഫർളായ കുളി. ഇപ്പോൾ നമ്മളെ ശരീരത്തിൽ സോപ്പുണ്ടോ? ഇല്ലല്ലോ, എല്ലാം നമ്മൾ കഴുകിക്കളഞ്ഞില്ലേ. ഇനി എന്താക്കുക, ശുദ്ധമായ വെള്ളം മാത്രം ശരീരത്തിൽ ഒഴിക്കുക. ആദ്യം തലയിൽ 3 വട്ടം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകണം. വെള്ളം ഒഴിക്കുമ്പോൾ മുടീൻ്റെ വേരില്ലേ, മുടീൻ്റെ തുമ്പ് വരെ വെള്ളം ഒലിച്ചിറങ്ങണം. നന്നായിട്ട് 3 വട്ടം തല
കഴുകുക വെള്ളം ഒഴിച്ചിട്ട്. മനസ്സിലായില്ലേ? മുടീൻ്റെ ഉൾഭാഗവും തല മുതൽ മുടീൻ്റെ അടിഭാഗം വരെ വെള്ളം ഒഴിച്ചിട്ട് കഴുകണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് ശരീരത്തിൻ്റെ വലത് ഭാഗത്ത് വലത് ഭാഗം മൊത്തം 3 വട്ടം വെള്ളം ഒഴിച്ച് തിരുമ്മിയിട്ട് കഴുകുക 3 വട്ടം. അതിനുശേഷം ഇടത് ഭാഗത്ത് 3 വട്ടം വെള്ളമൊഴിച്ച് തിരുമ്മി കഴുകണം. പൊക്കിളുടെ ഉൾഭാഗം, ചെവിയുടെ ഉൾഭാഗം, വിരലുകളുടെ ഇടകൾ എന്നിവിടങ്ങളിലൊക്കെ എന്താക്കണം? വെള്ളം എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. ഏറ്റവും അവസാനമായിട്ട് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ 2 കാലുകളും കണങ്കാല് വരെ 3 വട്ടം നന്നായിട്ട് കഴുകുക. ഇതോടെ എന്തായി? നമ്മുടെ ശുദ്ധീകരണ കുളി പൂർത്തിയായി മക്കളെ. അപ്പോൾ ഈ ഗോൾഡൻ റൂളുകൾ ഒന്ന്, കുളി കഴിഞ്ഞാൽ വീണ്ടും ഉളു എടുക്കേണ്ടതുണ്ടോ മക്കളെ? ഏറ്റവും വലിയ മറുപടി എന്താണ്? വേണ്ട കേട്ടോ. നമ്മൾ ആർത്തവ ശുദ്ധിക്ക് വേണ്ടി കുളിച്ചതോടെ എന്തായി? വലിയ അശുദ്ധി എന്ന് പറയുമ്പോൾ വുളു ഒരുമിച്ച് നീങ്ങിക്കഴിഞ്ഞു. കുളി കഴിഞ്ഞ് തോർത്തി വസ്ത്രം ധരിച്ച ഉടനെ കുട്ടികൾക്ക് നേരെ ചെന്ന് നിസ്കരിക്കാം. എന്നാൽ കുളി കഴിഞ്ഞതിന് ശേഷം അറിയാതെ സ്വന്തം സ്വകാര്യ ഭാഗങ്ങളിൽ തട്ടുകയോ മൂത്രമൊഴിക്കുകയോ ചെയ്താൽ എന്താകും? വുളു മുറിയും. അങ്ങനെ ഉണ്ടായാൽ എന്താക്കണം? അങ്ങനെ ഉണ്ടായാൽ മാത്രം നമ്മൾ നിസ്കാരത്തിന് മുമ്പ് സാധാരണ വുളു എടുക്കുക മക്കളെ. രണ്ടാമത്തെ ഗോൾഡൻ റൂള്, ഇസ്ലാം എളുപ്പമാണ് മക്കളെ. 3 വട്ടം സോപ്പ് തേച്ച് കുളിച്ചാൽ കുട്ടികളുടെ ചർമ്മം വരളുകയും അവർക്ക് കുളി ഒരു ഭാരമായി തോന്നുകയും ചെയ്യും. അതുകൊണ്ടാണ് ആദ്യം 1 വട്ടം സോപ്പിട്ട് ശരീരം വൃത്തിയാക്കാനും അതിനുശേഷം സോപ്പില്ലാത്ത ശുദ്ധമായ വെള്ളം 3 വട്ടം ശരീരത്തിൽ ഒഴുക്കുക എന്ന് ഷാഫി മദ്ഹബ് പ്രകാരം നമുക്ക് ഏറ്റവും ഉത്തമമായ രീതിയിൽ പറഞ്ഞു തന്നത്. അപ്പോൾ അള്ളാഹു നമ്മുടെ ശുദ്ധിയും ആരാധനകളും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.